ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയാണ്. നദീതീരത്തുള്ളവരും മലയോര മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണം. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലൂടെയുള്ള രാത്രി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, വയനാട്, പാലക്കാട്, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ആലപ്പുഴയിൽ കുട്ടനാട് താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. മഴ കനത്ത സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലും വെള്ളം കയറുന്ന സ്ഥലങ്ങളിലും താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 9 ടീമുകളെ വിന്യസിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കനത്ത മഴയിൽ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്നും മരം വീണും സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം, ചെന്നൈ സൂപ്പർഫാസ്റ്റ് വർക്കലയിലും ഇന്റർസിറ്റി മുരുക്കുംപുഴയിലും, കന്യാകുമാരി പുനലൂർ പാസഞ്ചർ കഴക്കൂട്ടത്തും, വഞ്ചിനാട് കഴക്കൂട്ടം ഔട്ടറിലും, തിരുവനന്തപുരം കൊല്ലം പാസഞ്ചർ കൊച്ചുവേളിയിലും 1 മണിക്കൂറിലേറെയായി പിടിച്ചിട്ടിരിക്കുകയാണ്. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് കൊച്ചി തീരത്ത് MSC എൽസ 3 കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. ഏകദേശം 54 കണ്ടെയ്നറുകൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരത്തടിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് 1000 രൂപ വീതവും 6 കിലോഗ്രാം അരി വീതം സൌജന്യ റേഷനും നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ കാർഷിക മേഖല നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് കൃഷി സങ്കൽപ് അഭിയാന് തുടക്കം കുറിച്ചതുമായി ബന്ധപ്പെട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കാർഷിക മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് കേന്ദ്രം പരിഹാരം കാണുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പാകിസ്ഥാൻ ഷെല്ലാക്രമണമുണ്ടായ പൂഞ്ചിനും മറ്റു പ്രദേശങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഉചിതമായ ദുരിതാശ്വാസ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കണമെന്ന് കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. പാകിസ്ഥാനുമായി ഇന്ത്യയുടേത് ഉഭയകക്ഷി ഇടപെടലായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ലെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. ഈ സാമ്പത്തിക വർഷം ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ നിലനിർത്തുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗാർഹിക ഉപഭോഗത്തിലെ വർധന, ശക്തമായ ബാങ്ക് കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റുകൾ, തുടർച്ചയായ പൊതുമൂലധന ചെലവ് എന്നിവയാണ് വളർച്ചയെ നയിക്കുന്നതെന്ന് RBIയുടെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. നാഷണൽ ആയുഷ് മിഷൻ, സ്റ്റേറ്റ് മിഷൻ, സംസ്ഥാന സർക്കാർ എന്നിവയുടെ നേതൃത്വത്തിൽ NABH അംഗീകാരം നേടിയ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുത്ത ആയുഷ് വെൽനസ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ മാധ്യമപ്രവർത്തകരും ആയുഷ് മിഷൻ ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. കേന്ദ്രത്തിലെ സൌകര്യങ്ങളും വിവിധ സേവനങ്ങളും ഡോക്ടർമാർ വിശദീകരിച്ചു. വിശ്വസംവാദ കേന്ദ്രം നാരദ ജയന്തിയോടനുബന്ധിച്ച് നൽകിവരുന്ന 2025 മാധ്യമ പുരസ്കാരത്തിന് മാതൃഭൂമി റിപ്പോർട്ടർ ജിനോസി മൈക്കിൾ അർഹനായി. ഈ മാസം 31-നാണ് പുരസ്കാരദാനം. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്യോതി യരാജിയും അവിനാഷ് സാംപ്ലയും സ്വർണ്ണ മെഡലുകൾ നേടി. പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് വിഭാഗത്തിലാണ് അവിനാഷ് സ്വർണം നേടിയത്. വനിതകളുടെ 100 മീറ്റർ ഹർഡിൽസിലാണ് ജ്യോതിക്ക് സ്വർണം. IPL ക്രിക്കറ്റ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തുടക്കമായി. ആദ്യ ക്വാളിഫയറിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ പഞ്ചാബ് 11.1 ഓവറിൽ 8 വിക്കറ്റിന് 79 റൺസ് എന്ന നിലയിലാണ്. നാളെ നടക്കുന്ന മത്സരത്തിൽ 3-ാം സ്ഥാനത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക തീരുവ തടഞ്ഞ US ഫെഡറൽ കോടതി. അടിയന്തര അധികാരങ്ങൾ ട്രംപ് ദുരുപയോഗം ചെയ്തെന്ന് കോടതി വിധിച്ചു. വിദേശ വ്യാപാരം നിയന്ത്രിക്കാൻ കോൺഗ്രസിന് മാത്രമേ ഭരണഘടനാപരമായ അധികാരമുള്ളൂവെന്ന് കോടതി വ്യക്തമാക്കി. തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമെന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചു. പ്രസാർ ഭാരതി ഷെയർഡ് ഓഡിയോ വിഷ്വൽസ് ഫോർ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഡിസെമിനേഷൻ PB ശബ്ദ് ലഭ്യമാക്കുന്ന സൌജന്യ സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യാൻ യൂട്യൂബർമാരെയും പോഡ്കാസ്റ്റർമാരെയും വീഡിയോ എഡിറ്റർമാരെയും ക്ഷണിച്ചു. രാജ്യത്തുടനീളമുള്ള വാർത്താ പോർട്ടലുകൾക്ക് ശബ്ദ് വഴി ദൂരദർശന്റെയും ഓൾ ഇന്ത്യ റേഡിയോയുടെയും ശേഖരം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 ക്ലാസുകൾ ജൂൺ 18-ന് ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 2-ന് വൈകിട്ട് പ്രസിദ്ധീകരിക്കും. പ്രവേശനം ജൂൺ 3 മുതൽ ജൂൺ 5 വരെയാണ്. രണ്ടാമത്തെ അലോട്ട്മെന്റ് ജൂൺ 10-നും മൂന്നാമത്തെ അലോട്ട്മെന്റ് ജൂൺ 16-നും പ്രസിദ്ധീകരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.